ഈശ്വര, അവൾക്ക് തെളിഞ്ഞു തോന്നണേ. വാ. അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഹു ആർ യു? എന്തേ പറയണേൽ വിരോധമുണ്ടോ? എവിടെയാ ഞാൻ? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പ മലയാളിയാണല്ലേ? പറ, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറ. സിസ്റ്റർ, നിങ്ങൾ ആരും തട്ടിക്കൊണ്ട് പോകുന്നൊന്നുമല്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ കാറും ഞങ്ങളുടെ കാറും തമ്മിൽ ആക്സിഡന്റ് ആയി. തീരെ സ്ഥലം തോന്നിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. നോ, യു ആർ ചീറ്റിംഗ് മീ. ടെൽ മീ വാട്ട്സ് യുവർ മോട്ടീവ്. എടാ പീറ്ററെ, സംഗതി വേറെ വഴിക്കാ പോണത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ സാറിനെ വിളിച്ചോണ്ട്. സാർ സാർ സാർ, എന്റെ സാറേ തെളിഞ്ഞു, ബോധം തെളിഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? പറഞ്ഞൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിലും ഭേദം അവൾക്ക് ബോധം തെളിയായിരിക്കും നല്ലത്. അവള് മലയാളിയാ. മലയാളി? ആ, അത് മാത്രമല്ല, നമ്മൾ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അവളെ സംസാരം. നമ്മൾ എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അത് സാറ് തന്നെ അവളോട് ചോദിക്കും. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ, എന്താ നിന്റെ പേരെന്ന്? നീ ഇവിടെ കിടന്ന് വയലന്റ് ആയെന്ന് കേട്ടു. ഞാൻ വയലന്റ് ആയി, അതെന്തിനാണെന്ന് അറിയണമല്ലേ? അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. പിടിച്ചു വെച്ചിരിക്കേ? അത് കൊള്ളാമല്ലോ. കുട്ടി ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഭാഗ്യത്തിന് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. ഇനി കുട്ടിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. നോ, നിങ്ങൾ നുണ പറയുകയാണ്. ഇതൊരു പ്ലാൻഡ് ആക്സിഡന്റ് ആണെന്ന് എനിക്കറിയാം. Shut up. What do you mean? ഞാൻ പ്ലാൻഡ് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. നിന്നെ പോലെ ഒരു സ്ട്രെയിനറെ കൊന്നിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാ? എങ്കിൽ പിന്നെ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് പറയണം. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി അവിടം വരെ കൊണ്ട് എത്തിക്കാനുള്ള അവതാരം കൂടെ കാണിക്കണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഗിവ് മൈ ബാഗ്. ബാഗോ? ആ, എന്റെ കാറിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാഗ്. അതാ കാരണം തന്നെ കാണും. ഇട്ടേ ആ ബാഗ് ഒന്ന് വെച്ചു കൊടുക്കും. എന്നിട്ട് എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്. എന്നെ ഇനി കാര്യത്തിന് വിളിക്കരുത്. പണിക്കരും കേട്ടല്ലോ. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇന്ത്യ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ. ബാഗ് കിട്ടിയ ആ നിമിഷം പെടുന്ന സ്ഥലം വിടണം. ഈ ആക്സിഡന്റ് ബാഗൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ വെച്ചേ. ബാഗ് വട പിടറേ. ഇത് ആരുടെ വീടാ? ഇപ്പൊ തന്നെ മൊത്തം കണക്കൂട്ടിൽ തെറ്റിയിരിക്കുക. ഇനിയും പ്രകടനം കാഴ്ചവെക്കാനാണ് പറയണം. Tell me, ഇത് ആരുടെ വീടാണ്? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ആരുടെ വീടാണ്? സതീശൻ എന്ന് പറയുന്ന വീടിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങളൊക്കെ ആരാണ്, ഇതൊക്കെ അല്ലേ കുട്ടിക്ക് അറിയേണ്ടത്? അറിയണമെന്ന് അത്ര നിർബന്ധമാണോ? എങ്കിൽ പറയാം. ഒറ്റപ്പാലത്ത് മുല്ലയ്ക്ക് KM മേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിഗേഡിയർ KM മേനോൻ. അദ്ദേഹത്തിന്റെ ഒറ്റ മോനായി ഇദ്ദേഹം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. മൂപ്പര് പഠിച്ചൊക്കെ അങ്ങ് ഡൽഹിയിലാ. സ്വന്തക്കാരെന്ന് പറയാൻ വകയിലൊരു പെങ്ങളും ഭർത്താവും നാട്ടിലുണ്ട്. ഇവിടെ ഞങ്ങളും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സ്വഭാവം, അതിനെപ്പറ്റി പറയാതിരിക്കാനല്ലോ. ഓരോ നേരത്തെ ഓരോ സ്വഭാവം. പകൽ മുഴുവൻ ഓഫീസിലും കമ്പ്യൂട്ടറിലും. രാത്രി ആയ അടയാർ പാർക്കിലോ ചോളയിലോ ബീച്ചിലോ പാർട്ടിയും പാട്ടും കുത്തും ബഹളും. പിന്നെ വല്ലപ്പോഴും ഒരു തല്ല്. ഈ തല്ലെന്ന് വെച്ചാൽ നല്ല ഉഗ്രം തല്ല. ചുരുക്കി പറഞ്ഞാ പറന്ന് പറന്നങ്ങനെ നടക്കണ ഒരു അത്ഭുത ജീവി. കമ്പനിയുടെ ഫയലിംഗ് എടുക്കും. യെസ്, പ്രിയാറിയൻ കമ്പ്യൂട്ടേഴ്സ്. സതീശേട്ടൻ ഞാനാ. ബാഗിന്റെ കാര്യം അന്വേഷിച്ചു. റെന്റേ കാറിന്റെ ആളുകൾ വന്ന് കാർ എടുത്തോണ്ട് പോയി. ഡു വൺ തിങ്, അത് ജം സർവീസിന്റെ കാറാണ്. അവർക്ക് മെഡ്രാസിലും ബാംഗ്ലൂരിലും ഓഫീസ് ഉണ്ട്. രണ്ടിടത്തും ബാങ്ക് ട്രൈ. ഇപ്പൊ മനസ്സിലായല്ലോ മേനോൻ സാർ ആരാണെന്ന്. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ. ഹലോ, അല്ല, ആ കാറുകാരെ തപ്പിപ്പോയ ബാഗ് കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ സാറേ? ഹലോ, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞാൻ ഇവിടുന്ന് വെറുതെ എങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ ബാഗ് സാധനങ്ങളെല്ലാം ഉണ്ടോന്ന് നോക്കണം. പിന്നീട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. നൗ ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ബാംഗ്ലൂരിലേക്ക്? എന്റെ പേരെങ്ങനെ?
ആനി ആനി ഫെർണാണ്ടസ്, ഇന്ദിരാനഗർ, ബാംഗ്ലൂർ, റൈറ്റ്? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? കുറുക്കുവഴിയൊന്നുമല്ല. നീ ജം സർവീസുകാർക്ക് കൊടുത്ത അഡ്രസ് ഇല്ലേ, അതിൽ നിന്ന് കണ്ടുപിടിച്ചതാ. അറിഞ്ഞിട്ട് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഒരാൾ വന്ന് നമ്മളെ അങ്ങനെ ഫൂളാക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? എന്നെ പറ്റി നോ, എനിക്ക് തന്നെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഒരു താല്പര്യമില്ല. യു ആർ എ സ്ട്രേഞ്ചർ ടു മീ. എവിടെ നിന്ന് വന്നു എങ്ങോട്ടോ പോകുന്നു. ദാറ്റ്സ് ആൾ. നൗ കം ഓൺ, ഐ വിൽ ഡ്രോപ്പ് യു ഇൻ ദാറ്റ് പോർട്ട്. ആ, പിന്നൊരു കാര്യം, നീ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഫോണിൽ വിളിച്ചൊരു താങ്ക്സ് ഒന്നും പറയാൻ നിൽക്കരുത്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. ക്ലിയർ? കം ഓൺ, ഗെറ്റ് യുവർ തിങ്സ് പാക്ഡ്. എടാ, എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതുമല്ല ഒന്നും. എന്നാലും സോറി, ഐ എം റിയലി വെരി സോറി. പോട്ടെ. Your attention please. Indian Airlines announces the departure of the flight number IT911 to Bangalore. Passengers are requested to go through the security check. Thank you. कृपया ध्यान दें. Indian Airlines IT911 Bangalore जाने के लिए तैयार है. यात्रियों से निवेदन है कि वे सिक्योरिटी चेक की ओर प्रस्थान करें. धन्यवाद. സതീഷ് ചേട്ടാ, സതീഷ് ചേട്ടാ, ഏയ് നത്തിങ് ടു വറി. എനിക്കൊന്നുമില്ല. നാട്ടില് അറിയിച്ചിട്ടില്ലല്ലോ. ഇല്ല, പണിക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ, ആൾക്കാരെ അറിയിക്കണ്ട. പിന്നെ ആ CA രാജശേഖരൻ വന്നിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വീണ്ടും വരുമെന്ന് പറഞ്ഞാ പോയത്. ആനി ഇവിടെ? ആനി ആ ഡോറും ക്ലോസ് ചെയ്യും. ആനി, sit down, please. സത്യം പറ, നീ ആരാ? എനിക്കൊന്നും അറിയില്ല. നോ, നീ ആരെയോ പേടിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. ഇല്ല, നിനക്കെല്ലാം അറിയാം. നിനക്ക് വേണ്ടി ഒരു കാര്യവുമില്ലാതാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ആദ്യം നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീ ഒരു ചീറ്റിംഗ് കേളായിരിക്കുന്നു. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോ നിന്നെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരുത്തരം എന്നോട് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മനുഷ്യത്വം അത് ഇത്തിരി കൂടുതലായിപ്പോ എനിക്ക്. അതിനുള്ള പ്രതിഫലം നീ എനിക്ക് തന്നല്ലോ. എന്റെ കയ്യിലേറ്റ വെടിയുണ്ട നിന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കൊന്നും അറിയില്ല. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. Shut up, you bloody cheat. സതീഷ് ചേട്ടാ, എന്താ ഇത്? നിങ്ങൾ ഊഹിച്ചതൊക്കെ ശരിയാണ്. ഞാൻ നിങ്ങളോട് നുണ പറയുകയായിരുന്നു. പക്ഷെ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനല്ല ഞാനതൊക്കെ മൂടി വെച്ചത്. ഒളിക്കാൻ ഒരിടം തേടി. അതായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് എല്ലാവരെയും ഭയമായിരുന്നു, നിങ്ങളെ പോലും. പലരും എന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടുമ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആനിയല്ല,
ചിത്ര ചിത്ര നാരായൺ, അതാണ് എന്റെ യഥാർത്ഥ പേര്. ഓരോ സ്ഥലത്തും ഓരോ പേര്. എന്റെ പേര് പോലും ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഡൽഹി ബേസ്ഡ് മലയാളി കുടുംബത്തിലെ ഏക മകൾ. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു. അച്ഛനായിരുന്നു എന്റെ സുഹൃത്തും വഴികാട്ടിയും. ഒരു ദിവസം ചാന്ദിനി ചൗക്കിൽ ഷോപ്പിങ്ങിന് പോയ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. 26 പേരുടെ ജീവൻ അപഹരിച്ച ഒരു ബോംബ് സ്ഫോടനം. അതിനുശേഷം ഒറ്റപ്പെട്ട കുറെ നാളുകൾ. ഡൽഹി ഒബ്സർവർ എന്ന പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും അച്ഛന്റെ സുഹൃത്തുമായിരുന്ന നായർ സാറായിരുന്നു പിന്നീട് എനിക്ക് എല്ലാ ഹെൽപ്പും തന്നത്. അങ്ങനെ ഞാൻ ഡൽഹി ഒബ്സർവറിൽ ജോയിൻ ചെയ്തു. നീണ്ട രാത്രികളും പകലുകളും തന്ന ജോലിയുടെ മടുപ്പിനിടയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ TV സീരിയൽ സെറ്റ് കവർ ചെയ്യാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ കിരൺ വർമ്മയെ പരിചയപ്പെടുന്നത്. കിരൺ വർമ്മ അതാരാ? ഒരു ഡൽഹി മലയാളി, എ പോപ്പുലർ TV ആർട്ടിസ്റ്റ്. സാവധാനം ഞങ്ങളുടെ ഇടയിൽ ഒരു ബന്ധം വളരുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എനിക്ക് കിട്ടിയത് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ്. മദ്രാസിലെത്തി ഒരു റെന്റേ കാറിൽ ബാംഗ്ലൂരിനടുത്തുള്ള നായർ സാറിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു. എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങളുടെ കാറുമായുള്ള ആക്സിഡന്റിൽ തകർന്നു പോയത്. അവരിന്ന് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങി പോവാണ്. ഇനി എനിക്ക് പോകാനൊരിടമില്ല. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് എന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. ഞാൻ ആരും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കഴിഞ്ഞോളാം. പ്ലീസ് പ്ലീസ്.